Hi all, myself Ida Abraham, Assistant Professor in the Department of Basic Science, Amalajodi College of Engineering. ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന ടോപ്പിക്ക് കോംപ്ലക്സ് നമ്പേഴ്സ് എന്നുള്ള ടോപ്പിക്കാണ്. കോംപ്ലക്സ് നമ്പേഴ്സ് നമ്മൾ പ്ലസ് ടുവിന് പഠിച്ച അതേ ടോപ്പിക്സിൽ നിന്ന് തന്നെയാണ് കീമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ സാധാരണയായിട്ട് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. കീമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും, നമുക്ക് സാധാരണയായിട്ട് ചോദിക്കാറുള്ളത് ക്വസ്റ്റ്യൻസ് 5 to 8 ക്വസ്റ്റ്യൻസ് മിനിമം കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ സെഷനിൽ നിന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് മെയിനായിട്ടും കോംപ്ലക്സ് നമ്പറിൻ്റെ ഓൾജിബ്ര, ദെൻ കോഞ്ചുഗേറ്റ്, മോഡുലസ്, ദെൻ ആർഗ്യുമെന്റ്, ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി, ലോക്കസ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്, ജോമെട്രി ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്, ഇതൊക്കെയാണ് സാധാരണയായിട്ട് ചോദിക്കാറുള്ളത്. അതൊക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കോംപ്ലക്സ് നമ്പേഴ്സിന്റെ ഇൻട്രഡക്ഷൻ ആണ് ഈ ഫസ്റ്റ് റെക്കോർഡിങ്ങിലുള്ളത്. അപ്പൊ കോംപ്ലക്സ് നമ്പേഴ്സ് നമ്മൾ ആദ്യമേ ചെറിയ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യമേ പഠിച്ചത് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആദ്യമേ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആദ്യമേ ഡിസ്കസ് ചെയ്തു. 1 2 3 4, ദെൻ സീറോയും കൂടി ആഡ് ചെയ്തപ്പോൾ ആ സെറ്റ് ഓഫ് നമ്പേഴ്സിനെ 0 1 2 3 4 കൂടി വന്നപ്പോൾ അതിനെ ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞു. ദെൻ -1 -2 -3 -4 എന്നുള്ള നമ്പേഴ്സും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന് സെറ്റ് ഓഫ് ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞു. ദെൻ സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ്, P/Q ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സും കൂടി ആഡ് ചെയ്ത് വന്നപ്പോൾ ആ സെറ്റിന് ലിസ്റ്റിന്റെ സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സും കൂടി ആഡ് ചെയ്തു. ദെൻ ഇറാഷണൽ നമ്പേഴ്സ്, P/Q ഫോമിൽ എഴുതാൻ പറ്റാത്ത നമ്പേഴ്സ് √2 ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു. ദെൻ 1.1 -7.6 അങ്ങനെയുള്ള ഫ്രാക്ഷൻ വരുന്ന നമ്പേഴ്സ് എല്ലാം കൂടി ആഡ് ചെയ്തപ്പോൾ റിയൽ നമ്പേഴ്സ് ആയി. ഇത്രയാണ് നമ്മൾ 10th വരെ പഠിച്ചത്. അതിനുശേഷം നമ്മൾ +2 വന്നു കഴിഞ്ഞപ്പോഴാണ് കോംപ്ലക്സ് നമ്പേഴ്സ് പഠിച്ചത്. എന്താ കോംപ്ലക്സ് നമ്പേഴ്സ് എന്നൊരു കൺസെപ്റ്റ് വരാൻ കാരണം? Consider a second degree equation in x square plus 1 equal to 0. ഇതിന്റെ റൂട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വരുന്നത് x square equal to -1 which implies x equal to plus or minus root of -1 എന്ന് വരും. x equal to plus or minus root of -1 എന്നാണ് വരുന്നത്. What is the value of root of -1? ആ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് നമുക്ക് അയോട്ട അല്ലെങ്കിൽ ഐ എന്ന് പറയുന്ന ഈ സിമ്പിളിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നത്. അതായത് വി ആർ ഡിഫൈനിങ് റൂട്ട് ഓഫ് -1 ആസ് അയോട്ട ഡിനോട്ടഡ് ബൈ ഐ. Therefore we can write it as plus or minus root of -1 is I. Therefore x equal to plus or minus I എന്ന് കിട്ടി. Therefore roots of this equation x square plus 1 is plus or minus I. Now using this iota notation we can define a complex number. അപ്പോൾ ഇനി നമ്മൾ കോംപ്ലക്സ് നമ്പർ ഈ അയോട്ട എന്നുള്ള നൊട്ടേഷൻ യൂസ് ചെയ്ത് നമുക്കൊരു കോംപ്ലക്സ് നമ്പറിനെ ആദ്യമേ ഡിഫൈൻ ചെയ്യാം. That is, if you are given a number z equal to a plus ib, then it is known as a complex number. Standard form of a complex number is z equal to a plus ib, where this a is known as real part of z and this b is known as imaginary part of z. Real part of z denoted by r of z and imaginary part of z is denoted by im of z. So here a is the real part and b is the imaginary part. എപ്പോഴും എല്ലാവർക്കും തെറ്റിപ്പോകാൻ സാധ്യതയുള്ളതാണ്. ഇമാജിനറി പാർട്ട് ഓഫ് ഇസഡ് എന്ന് പറയുമ്പോൾ IB എന്ന് എഴുതും. IB എന്നൊരിക്കലും എഴുതരുത്. ഐയുടെ കൂടെ വരുന്ന റിയൽ നമ്പർ ആണ് ഇമാജിനറി പാർട്ട് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ ഗിവൺ എ കോംപ്ലക്സ് നമ്പർ ഇസഡ് ഈക്വൽ ടു -3 + 2y, then what is the real part of z? Real part of z is the number without I, -3. And what is imaginary part of z? Imaginary part of z is the number coming with the I. Iota kuda varuna number. That is imaginary part of z is 2. Therefore, now we define a complex number. Iota ennulla notation use ചെയ്ത് നമ്മളൊരു കോംപ്ലക്സ് നമ്പർ ഡിഫൈൻ ചെയ്തു. റിയൽ പാർട്ട് എന്താ, ഇമാജിനറി പാർട്ട് എന്താന്ന് പറയും. ഇനി ബേസിക്കലി കോംപ്ലക്സ് നമ്പേഴ്സിനെ പ്യുവർലി റിയൽ, പ്യുവർലി ഇമാജിനറി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതെന്താണെന്നാണ് അടുത്ത് പറയാൻ പോകുന്നത്. ഇഫ് യു ആർ ഗിവൺ എ കോംപ്ലക്സ് നമ്പർ z equal to a plus ib, then it is known as purely real. Real or purely real എന്ന് പറഞ്ഞാൽ a plus ib-ല് b ഇമാജിനറി പാർട്ട് 0 ആയി പോകും. ഇമാജിനറി പാർട്ട് എന്ന് പറഞ്ഞാൽ b 0 ആണ്. a മാത്രമുള്ളൂ എങ്കിൽ, റിയൽ പാർട്ട് മാത്രമേ ഉള്ളൂ എങ്കിൽ then the complex number is known as purely real.
Now, if in that complex number a equal to 0 and b not equal to 0 ആണ് എങ്കിൽ then b not equal to 0 ആണെന്ന് പറഞ്ഞാൽ imaginary part ഉണ്ട്, then it is known as purely imaginary. റിയൽ പാർട്ട് ഇല്ല, ഇമാജിനറി പാർട്ട് മാത്രമേ ഉള്ളൂ എങ്കിൽ പ്യുവർലി ഇമാജിനറി എന്ന് പറയും. ഫോർ എക്സാമ്പിൾ z equal to i, 2i, 3i, -i. ഇനി റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് ഉണ്ടെങ്കിൽ ജനറലി ഇമാജിനറി എന്നോ അല്ലെങ്കിൽ ഇറ്റ്സ് എ കോംപ്ലക്സ് നമ്പർ എന്ന് പറയും. 1+i, 4+2i, 3+i. റിയൽ പാർട്ടും ഉണ്ട് ഇമാജിനറി പാർട്ടും ഉണ്ട്. 1, 2, 1/2 ഇതിൻ്റെ അകത്തൊന്നും ഇമാജിനറി പാർട്ടില്ല, therefore it is known as purely real. ഇവിടെ റിയൽ പാർട്ട് ഇല്ല, ഐ മാത്രമുള്ള പാർട്ടുള്ളൂ, therefore it is known as imaginary part. കോംപ്ലക്സ് നമ്പേഴ്സ് പ്യുവർലി റിയൽ ആവാം, പ്യുവർലി ഇമാജിനറി ആവാം, ദെൻ സാധാ കോംപ്ലക്സ് നമ്പേഴ്സ്. ഇത്രയാണ് ഇവിടെയുള്ളത്. ദെൻ നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അയോട്ട എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു. ആ അയോട്ടയുടെ പ്രോപ്പർട്ടീസ് വെച്ച് സാധാരണയായിട്ട് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. അയോട്ടയുടെ പ്രോപ്പർട്ടീസ് വെച്ച് ചോദിക്കാറുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണ്? മിക്കവാറും എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ എല്ലാ എക്സാമിന് തന്നെ അയോട്ടയുടെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പം അയോട്ടയുടെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നാണ് പറഞ്ഞത്. തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞു ഐ ഈസ് ഡിഫൈൻഡ് ആസ് √(-1) എന്ന് പറഞ്ഞു. I is defined as √(-1). Then what is I square? I square is -1. What is I cube then? നമുക്ക് ഐ സ്ക്വയറിന്റെ വാല്യൂ അറിയാം. അപ്പൊ ഇതിന്റെ വാല്യൂ അറിയണമെങ്കിൽ അറിഞ്ഞ വാല്യൂവിന്റെ ഫോമിലുള്ള ഐ സ്ക്വയറിന്റെ വാല്യൂ അറിയാവുന്നതാണ്. ഐ സ്ക്വയർ ഇൻറ്റു ഐ എന്ന് എഴുതാലോ. x⁻m + n ഈക്വൽ ടു x⁻m × x⁻n. ആ കൺസെപ്റ്റ് യൂസ് ചെയ്ത് i⁻3നെ i⁻2+1 എന്ന് എഴുതാം. ദാറ്റ് ഈസ് i⁻2 × i⁻1 എന്ന് എഴുതാം. I square is -1, therefore -1 into I. Therefore the answer is -i. By heart I cube equal to -i. By heart ചെയ്യണം. i⁻4 എന്ന് പറയുമ്പോൾ നമുക്ക് ഐ സ്ക്വയറിന്റെ വാല്യൂ അറിയാം. അപ്പൊ i⁻4നെ i⁻2+2 എന്ന് എഴുതാം. therefore I square into I square എന്ന് എഴുതാം. ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്ത് therefore I square is -1. Again I square is -1. The value is 1. i⁻4 equal to 1. I cube equal to -i. I square equal to -1. I equal to √(-1). ഇത്രയും ബൈ ഹാർട്ട് ചെയ്യുക. എന്നാലാണ് നമുക്ക് അയോട്ടയുടെ പ്രോപ്പർട്ടീസ് വരുന്ന പ്രോബ്ലംസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യാം. അതിനു മുമ്പ് ഈ 2 പോയിന്റ്സും ഓർത്തിരിക്കുക. 2 ഷോർട്ട് കട്ട് മെത്തേഡ്സ് ആണ്. അടുപ്പിച്ച് വരുന്ന ഐയുടെ പവറുകൾ ഇവിടെ i⁻0 ആണ് 1 അല്ലെ. എനിത്തിങ് ⁻0 1 ആണ്. അപ്പൊ 1, 0, 1, 2, 3 അടുപ്പിച്ച് വരുന്ന 4 കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഐയുടെ പവറുകളുടെ സം എപ്പോഴും 0 ആയിരിക്കും. അടുത്ത പോയിന്റ്, അടുപ്പിച്ച് വരുന്ന ഐയുടെ 4 കോൺസിക്യൂട്ടീവ് പവറുകളുടെ പ്രൊഡക്റ്റ് എപ്പോഴും 1 ആയിരിക്കും. -1 ആയിരിക്കും. -1 ആയിരിക്കും പ്രൊഡക്റ്റ്. ഓർത്തിരിക്കുക. കോൺസിക്യൂട്ടീവ് ആയി വരുന്ന ഐയുടെ 4 പവേഴ്സിന്റെ സം എപ്പോഴും 0 ആയിരിക്കും. കോൺസിക്യൂട്ടീവ് ആയി വരുന്ന അയോട്ടയുടെ 4 എണ്ണത്തിന്റെ പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും പ്രൊഡക്റ്റ് -1 ആയിരിക്കും. ഓർത്തിരിക്കുക. അങ്ങനെയാണ് നമുക്ക് ഇതെങ്ങനെ എഴുതാം? i⁻n + i⁻n എന്ത് വാല്യൂം വന്നോട്ടെ, n, n+1, n+2 എന്ന് പറഞ്ഞാൽ കോൺസിക്യൂട്ടീവ് അടുപ്പിച്ച് വന്നിരും അല്ലേ, കോൺസിക്യൂട്ടീവ് ആയിട്ട് വന്നേക്കുന്ന പവേഴ്സ് ആണ്. അതുകൊണ്ട് ഈ സം എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി അത് വെച്ചുള്ള ഒരു പ്രോബ്ലത്തിലോട്ടാണ് നമ്മൾ പോകുന്നത്. ദാറ്റ് ഈസ് സിംപ്ലിഫൈ i⁻2004. ഇതാണ് ക്വസ്റ്റ്യൻ. i⁻2004 എന്താന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഷോർട്ട് കട്ട് മെത്തേഡ് ആണ്. 2004നെ നമുക്കറിയാം i⁻4 1 ആണെന്നുള്ള കൺസെപ്റ്റ്. അത് യൂസ് ചെയ്ത് 2004നെ നമ്മൾ 4 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. അത് ആ കൺസെപ്റ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടി 5, 20, then 0, 0, 4, 4, 501 എന്ന് എഴുതും. Therefore you can write 2004നെ എങ്ങനെ എഴുതാം? 2004 can be written as 501 × 4 എന്ന് എഴുതാം. ആണല്ലോ, × 4 എന്ന് എഴുതാം. റിമൈൻഡർ അടുത്ത് വരുമ്പോൾ 0 ആയി പോകുന്ന കാരണം അങ്ങനെ എഴുതാം. Therefore i⁻2004 can be written as i⁻4 × 501. Again x⁻m the whole is to n is equal to x⁻mn ആണെന്ന് നമുക്കറിയാം. അപ്പൊ 501 × 4നെ 4ന്റെ പവറിനെ കുറിച്ച് നമുക്ക് അറിയാവുള്ളൂ. അപ്പൊ i⁻4 raised to 501 എന്ന് എഴുതാം. i⁻4 raised to 501. i⁻4 is 1. Therefore 1 raised to 501. 1 raised to any power is +1 itself. Therefore i⁻2004 is 1. It's a real number. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് i⁻2015 എന്ന് നോക്കാം. i⁻2015
again 2000 ഒറ്റ കൺസെപ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. I⁴ 1 ആണെന്നുള്ള ഒറ്റ കൺസെപ്റ്റ്. അപ്പം 4ന്റെ പവറിലാക്കി എഴുതണം അതിന് വേണ്ടി പവറായി 2015 നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. then it will become 5 into 4 20, then 15, then 3 into 4 12, then the remainder is 3. Therefore we can write 2015 as 502 into 4 plus 3 എന്ന് എഴുതാം ആണല്ലോ. therefore I⁴ എങ്ങനെ എഴുതാം? I⁴ the all is to 50 the all is to 503 sorry 12 503 into I³ എന്ന് എഴുതാം അല്ലെ. x⁴m n-നെ x⁴m all is to n-നെ x⁴m the m-നെ x⁴m the all is to n എന്ന് എഴുതാം. അടുത്ത കൺസെപ്റ്റ് x⁴m plus n-നെ x⁴m into x⁴n എന്ന് എഴുതാം. തൊട്ട് മുൻപ് പറഞ്ഞ പ്രോബ്ലത്തിലെ പോലെ തന്നെ. അപ്പൊ ഇതിന് I⁴ the all is to 503 into I³ എന്നറിയാം. again I⁴ ഇത് ഈ ഒരു കൺസെപ്റ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വന്നത് തന്നെ. I⁴ is always 1. therefore 1:503 into I³ is -i. ആദ്യം അയോട്ടയുടെ പവർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ബൈ ഹാർട്ട് ചെയ്യാൻ പറഞ്ഞ റിസൾട്ടാണ്. 1 into -i, the answer is -. ഇനി ഈ സെഷനിൽ ചോദിക്കാൻ അടുത്ത സാധ്യതയുള്ളൊരു പ്രോബ്ലം ആണ് find the sum of the expressions. simplify this one. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം 1 plus I+I² plus etc. up to I⁴2015 സം കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ഇപ്പൊ നമ്മൾ I⁴2015 വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു. അടുത്തത് ഇങ്ങനെ ഒരു സം കാൽക്കുലേറ്റ് ചെയ്യാൻ, ഈ പവർ മാറി മാറി വരുന്നേ ഉള്ളൂ ക്വസ്റ്റ്യൻ പേപ്പറിൽ മിക്കവാറും. അതുകൊണ്ട് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്നാണ് അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോണത്. നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് അയോട്ട പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 4 പവേഴ്സ് ഓഫ് ഐയുടെ സം എപ്പോഴും 0 ആണെന്നുള്ളതാണ്. അപ്പൊ 1 plus I+I² plus I⁴2015 എങ്ങനെ എഴുതാം? 4 വെച്ച് നമ്മൾ കമ്പൈൻ ചെയ്യുവാണ്. ഇങ്ങനെ കമ്പൈൻ ചെയ്തു പോയി. അങ്ങനെയാണെങ്കിൽ I⁴2015 എന്ന് വരുന്നത് ഒരു മൾട്ടിപ്പിൾ ഓഫ് 4 ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതിന്റെ വാല്യൂ എത്രയാണെന്ന് നോക്കുക. അപ്പോൾ 4 4 4 4 വെച്ച് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ 4 വരുന്ന ഓരോ ഗ്രൂപ്പിന്റെ സം 0 ആണെന്നറിയാം. അപ്പൊ സം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും അല്ലേ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, I⁴2015 വാല്യൂ എന്താണെന്ന് നോക്കാം. അപ്പൊ നോക്കിയപ്പോൾ I⁴2015 ഇവിടെ ശരിക്കും 2016 ടേംസ് ഉണ്ട്. അപ്പൊ ടോട്ടൽ 2016 ഉണ്ട്. 1 പിന്നെ I⁴1 I⁴2 I⁴3 അപ് ടു I⁴2015 ടേംസ്. അപ്പം 2015 പ്ലസ് 1 എത്ര ടേംസ് ഉണ്ട്? 2016 ടേംസ് ഉണ്ട്. അപ്പൊ എത്ര ടേംസ് ഉണ്ട്? ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് ഡിവൈഡഡ് ബൈ 4 ചെയ്യുക. അപ്പൊ ഡിവൈഡ് ബൈ 4 ചെയ്യുമ്പോൾ എത്ര വരും? മൾട്ടിപ്പിൾ ഓഫ് 20 then 0 16 വരുമ്പോ 504 എന്ന് വരും അല്ലേ. അപ്പൊ 504 റിമൈൻഡർ എത്രയാ? 0. റിമൈൻഡർ 0 ആണ് വരുന്നത് അല്ലേ. അപ്പം ഈ സമ്മിനെ എങ്ങനെ എഴുതാം? 4 വെച്ച് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും നമുക്കിവിടെ. അപ്പൊ ഓരോ ഗ്രൂപ്പ് ഓഫ് 4ന്റെയും സമ്മ് 0 ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഇതിനെങ്ങനെ എഴുതാം? 0 + 0 + 0 + 0. therefore the sum is 0. always denote the complex number form. therefore it will become 0 can be written as 0 plus 0i. 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ പാർട്ടും 0 ആണ്, ഇമാജിനറി പാർട്ടും 0 ആണ്. ഓക്കെ, താങ്ക് യു.